ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ TB MD ആൻഡ് CEO ഓഫ് ഷെയർവെൽ സെക്യൂരിറ്റീസ് ലിമിറ്റഡ് ആണ്. ഒപ്പം SEBI രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് കൂടിയാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഗ്ലോബൽ സെൻറ്റിമെൻറ്റ് പൊതുവെ സ്ലൈറ്റ്ലി നെഗറ്റീവ് ആണ് എന്ന് ഇന്നലെ അമേരിക്കൻ മാർക്കറ്റുകളിൽ നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് കണ്ടത്. പ്രത്യേകിച്ച് NVIDIA ഒഴികെയുള്ള ടെക്നോളജി സ്റ്റോക്കുകളിൽ അതിൻ്റെ ഒരു ഇമ്പാക്റ്റിൽ നമ്മൾ ഡൗ ജോൺസ് 404.64 പോയിൻറ്റ് വീക്കായിട്ടും അതുപോലെ തന്നെ S&P 500 52.3 പോയിൻറ്റ് വീക്കായിട്ടും നാസ്ഡാക്ക് 267.92 പോയിൻറ്റ് വീക്കായിട്ടും റസൽ 2000 ഇൻഡെക്സ് സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് ആണ് 20.96 പോയിന്റ് വീക്കായിട്ടാണ് ഇന്നലെ അമേരിക്കയിൽ ക്ലോസ് ചെയ്തിട്ടുള്ളത്. സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സും അതുപോലെ തന്നെ ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സും ഒക്കെ ആഫ്റ്റർ അവേഴ്സിൽ ട്രേഡ് ചെയ്യുന്നത് ഫ്ലാറ്റായിട്ടാണ്. ഒപ്പം വൊളാറ്റിലിറ്റി ഇൻഡെക്സ് ഇന്നലെ അമേരിക്കയിലത്തെ നോക്കുകയാണെങ്കിൽ S&P 500 ഇൻഡെക്സ് 14.46 ഉയർന്നിരിക്കുകയാണ്. മിനിഞ്ഞാന്നത് 13.49 ആയിരുന്നു. ഇതും ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് സ്ലൈറ്റ്ലി വൊളാറ്റൈൽ മാർക്കറ്റ് ട്രെൻഡിനെ തന്നെയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ യൂറോപ്യൻ മാർക്കറ്റുകൾ നോക്കുകയാണെങ്കിൽ യൂറോപ്പ് ഇന്നലെ മിക്സഡ് ആയിരുന്നു. ഏഷ്യൻ മാർക്കറ്റുകളും ഇന്നലെ മിക്സഡ് ആയിരുന്നു. നമ്മളും നല്ല വൊളാറ്റിലിറ്റിയുള്ള ഒരു ട്രെൻഡാണ് ഇന്നലെ കാണിച്ചു വെച്ചിട്ടുള്ളത്. സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് നമ്മുടെ നിഫ്റ്റിയും സെൻസസും ഒക്കെ ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഒപ്പം നമ്മൾ കമോഡിറ്റി നോക്കുകയാണെങ്കിൽ ഗോൾഡ് ഇന്നലെ പുതിയ ഓൾ ടൈം ഹൈ ക്ലോസിംഗ് ഹിറ്റ് ചെയ്തൊരു ദിവസമാണ്. ഗോൾഡിൻ്റെ ഓൾ ടൈം ഹൈ വരുന്നത് $2171.50 പെർ ഔൺസ് ആണ്. ഡിസംബറിലാണ് അത് ഹിറ്റ് ചെയ്തത്. ഇന്നലെ $2150.5 പെർ ഔൺസ് വരെ വന്നിരുന്നു. ക്ലോസിങ് 2141.9 ആണ്. ഇന്ന് മോർണിംഗിൽ $2132.5 പെർ ഔൺസിനാണ് ട്രേഡ് ചെയ്യുന്നത്. സ്ലൈറ്റ്ലി വീക്കായിട്ടാണ്. ഇതൊരു പ്രോഫിറ്റ് ബുക്കിംഗ് മാത്രമായിട്ടേ കാണാൻ സാധിക്കുള്ളൂ. ഗോൾഡിൽ ഇപ്പോഴത്തെ ട്രെൻഡ് വളരെ പോസിറ്റീവാണ്. ഒപ്പം നമ്മൾ $850 ജനുവരി 1980 ഹിറ്റ് ചെയ്ത പ്രൈസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഡോളർ കൺവേർഷൻ ഇപ്പോഴത്തെ ഡോളറിൻ്റെ കൺവെർട്ടിബിലിറ്റി വെച്ച് നോക്കുകയാണെങ്കിൽ $3000 വരെ ഗോൾഡ് ഉയരണം എന്നുള്ളൊരു അസസ്മെൻ്റാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ സെൻട്രൽ ബാങ്കുകളൊക്കെ വലിയ രീതിയിൽ ബൈ ആണ്. തീർച്ചയായിട്ടും ഗോൾഡിനെ സംബന്ധിച്ച് നല്ല ഡേയ്സാണ് ഹെഡ് എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനാണുള്ളത്. ഇനി നമ്മൾ ബ്രന്റ് ക്രൂഡ് ഓയിൽ നോക്കുകയാണെങ്കിൽ ഇന്നലെ സ്ലൈറ്റ്ലി വീക്കാണ്. $82.03 പെർ ബാരലിനാണ് ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുള്ളത്. മോർണിംഗിലും ആ ലെവലിൽ തന്നെയാണ്. മെറ്റൽസ് എല്ലാം തന്നെ ഫ്ലാറ്റ് ടു സ്ലൈറ്റ്ലി നെഗറ്റീവ് ആയിരുന്നു ഇന്നലെ. ഇന്ന് മോർണിംഗിലും അതേ ലെവലിൽ തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. ഇനി നമ്മളെ സംബന്ധിച്ച് ഏഷ്യൻ മാർക്കറ്റ് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ഇന്ന് ഏഷ്യയിൽ വളരെ വൊളറ്റൈലാണ്. ഓപ്പണിംഗ് ലെവൽ തൊട്ട് വൊളാറ്റിലിറ്റിയാണ് കാണിക്കുന്നത് എല്ലാ മാർക്കറ്റുകളും. ചൈനീസ് മാർക്കറ്റുകളും വൊളാറ്റൈൽ ട്രെൻഡ് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. ഒപ്പം നമ്മൾ ഇൻ്റർനാഷണൽ ന്യൂസ് ഫ്ലോസൊക്കെ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് നോക്കുകയാണെങ്കിൽ ആപ്പിളിൻ്റെ ചൈനയിലത്തെ സെയിൽസ് 24% താഴെ വന്നിരിക്കുകയാണ്. ഇതിൻ്റെ ഒരു വൊളാറ്റിലിറ്റി ഇന്നലെ ആപ്പിളിൻ്റെ സ്റ്റോക്ക് പ്രൈസിൽ അമേരിക്കയിൽ കണ്ടിരുന്നു. അപ്പോൾ അടുത്ത ദിവസങ്ങളിൽ ഒരു പക്ഷേ ഇത്തരത്തിലുള്ള ന്യൂസുകളൊക്കെ വന്ന് ആപ്പിളിൻ്റെ സ്റ്റോക്ക് പ്രൈസിൽ വലിയ വൊളാറ്റിലിറ്റി കാണാൻ സാധ്യതകളുണ്ട്. തീർച്ചയായിട്ടും ആപ്പിളിൻ്റെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് രംഗത്തേക്കുള്ള എൻട്രി പല അനലിസ്റ്റുകളും നോക്കിക്കാണുന്നത് പോസിറ്റീവായിട്ടാണ്. പക്ഷേ ഐഫോൺ സെയിൽസ് വളരെ വീക്കാവുന്നത് തീർച്ചയായിട്ടും സ്ലൈറ്റ് നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാനുള്ള ചാൻസസ് ഉണ്ട്. അതോടൊപ്പം തന്നെ ബാങ്ക് ഓഫ് ജപ്പാൻ അടുത്ത 2 ആഴ്ചയ്ക്കുള്ളിൽ ഇപ്പോൾ ഫോളോ ചെയ്ത് വരുന്ന നെഗറ്റീവ് ഇൻട്രസ്റ്റ് റേറ്റ് റെഗീമിൽ നിന്ന് മാറുന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അവരുടെ ഡിസിഷൻ അനുസരിച്ചിട്ടാണ് നമുക്ക് മാർക്കറ്റ് വൊളാറ്റിലിറ്റി എക്സ്പെക്റ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഒരു പക്ഷേ ക്യാരി ട്രേഡ് സ്ലോലി അൺവൈൻഡ് ചെയ്യാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ വേൾഡിൽ ടോട്ടൽ ജാപ്പാനീസ് ഇൻസ്റ്റിറ്റ്യൂഷൻസും ഹൈ നെറ്റ്വർത്ത് ഇൻഡിവിജ്വൽസൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് $4 ട്രില്യൺ വർത്ത് ജാപ്പനീസ് യെനാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇമ്പാക്റ്റൊക്കെ ഗ്ലോബൽ മാർക്കറ്റുകളിലൊക്കെ കണ്ടേക്കാം. ഇതൊക്കെയാണ് ഗ്ലോബൽ റിലേറ്റഡ് ന്യൂസ് ഫ്ലോസ്. അതോടൊപ്പം തന്നെ നമ്മൾ ഇന്ന് നമ്മുടെ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസ് ഫ്ലോസും അതുപോലെ തന്നെ എക്കണോമി റിലേറ്റഡ് ന്യൂസ് ഫ്ലോസൊക്കെ നോക്കുകയാണെങ്കിൽ ബ്ലൂംബർഗ് എമർജിംഗ് മാർക്കറ്റ് ലോക്കൽ കറൻസി ഗവൺമെൻറ് ഇൻഡെക്സിലും അതുപോലെ തന്നെ റിലേറ്റഡ് ഇൻഡെക്സുകളിലൊക്കെ 31 ജനുവരി 2005 തൊട്ട് 34 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ബോണ്ടുകളെ ഇൻക്ലൂഡ് ചെയ്യാൻ പോവുകയാണ്. തീർച്ചയായിട്ടും നമ്മുടെ ഡെറ്റ് മാർക്കറ്റിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. ഇതിനു മുമ്പ് JP മോർഗൻ അവരുടെ ഇൻഡെക്സിൽ ഇന്ത്യ ഗവൺമെൻറ് ബോണ്ടുകൾ ഇൻക്ലൂഡ് ചെയ്യാനുള്ള തീരുമാനം എടുത്തിരുന്നത് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ധാരാളം ഡെറ്റ് ഇൻഫ്ലോയ്ക്ക് കാരണം
ആക്കും. അതോടൊപ്പം തന്നെ ബാങ്കുകളെ സംബന്ധിച്ചും അതുപോലെ തന്നെ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ചൊക്കെ ലോ കോസ്റ്റിൽ ഫണ്ടും അവൈലബിൾ ആവും. ഒപ്പം നമ്മൾക്ക് ഫിക്സഡ് ഡെപ്പോസിറ്റ് റേറ്റിലൊന്നും വലിയ രീതിയിലുള്ള ഇൻക്രീസ് അടുത്ത കാലങ്ങളിൽ ഉണ്ടാകാനുള്ള ചാൻസസ് ഇല്ല. ഒരു പക്ഷേ താഴേക്ക് പോകാനുള്ള ചാൻസസ് ആണ് കാണുന്നത്. അപ്പോൾ ഈ ന്യൂസ് പൊതുവേ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും അതുപോലെ തന്നെ ഇന്ത്യൻ എക്കണോമിക്കൊക്കെ പോസിറ്റീവാണ്. ജയം ഫൈനാൻഷ്യൽ സർവീസസ് ലിമിറ്റഡിന് RBI ലോൺ അഗൻസ്റ്റ് ഷെയർ കൊടുക്കുന്നതും അതുപോലെ തന്നെ ഡിബഞ്ചേഴ്സിന് അഗൻസ്റ്റ് ലോൺ കൊടുക്കുന്നതൊക്കെ വിലക്കിയിട്ടുണ്ട്. ഒപ്പം ധാരാളം നെഗറ്റീവ് ന്യൂസ് ഫ്ലോസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നലെ IIFL ഫിനാൻസിൻ്റെ ന്യൂസിൽ IIFL ഫിനാൻസ് 20% താഴെയാണ് ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇത്തരത്തിലുള്ള ന്യൂസ് ഫ്ലോസ് അടുത്ത ദിവസങ്ങളും കാണാനുള്ള സാധ്യതകളുണ്ട്. കാരണം RBI മറ്റ് റെഗുലേറ്റേഴ്സൊക്കെ ടൈറ്റൻ ചെയ്യാണ് മാർക്കറ്റ് റിലേറ്റഡ് ആക്ഷൻസൊക്കെ. അതുകൊണ്ട് വളരെ കോഷ്യസ് ആയിരിക്കുക. BHELന് ഇന്നലെ 9,500 കോടി രൂപ ഓർഡർ കിട്ടിയിരുന്ന NTPCയുടെ ഭാഗത്തു നിന്നാണ് കിട്ടിയിട്ടുള്ള 1,600 മെഗാവാട്ട് തെർമൽ പ്രൊജക്റ്റിനുള്ള ഓർഡറാണ്. തീർച്ചയായിട്ടും BHELന് അടുത്ത ദിവസങ്ങളിൽ ധാരാളം ഓർഡേഴ്സ് കിട്ടുമെന്നുള്ളൊരു എക്സ്പെക്റ്റേഷനാണ്. NTPCയുടെ 36,000 കോടി വർത്ത് പുതിയ പ്രൊജക്റ്റുകൾ പ്രൈം മിനിസ്റ്റർ 2 ദിവസം മുമ്പ് ഫ്ലാഗ് ഓഫ് ചെയ്തിരുന്നു. NTPCനെ സംബന്ധിച്ച് ഈ ന്യൂസ് പോസിറ്റീവാണ്. ഓൾറെഡി NTPCയും BHELനും ഒക്കെ ഓൾ ടൈം ഹൈ ലെവലിൽ തന്നെയാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഗവൺമെൻറ് ഒരു പക്ഷേ സാറ്റലൈറ്റ് ബ്രോഡ്ബാൻഡ് സർവീസസിനും ടെലികോം സർവീസായിട്ട് കാറ്റഗറൈസ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ ഇത് വളരെ പോസിറ്റീവായി വരാൻ പോകുന്ന ഭാരതി എയർടെലിനും നെൽക്കോ അതുപോലെ തന്നെ റിലയൻസിനൊക്കെയാണ്. ഒപ്പം മറ്റ് സാറ്റലൈറ്റ് റിലേറ്റഡ് ആക്ടിവിറ്റീസിലേക്ക് എൻ്റർ ചെയ്തിട്ടുള്ള സ്പേസ് റിലേറ്റഡ് കമ്പനികളെ സംബന്ധിച്ച് ബ്രോഡ്ബാൻഡ് റിലേറ്റഡ് കമ്പനികളെ സംബന്ധിച്ചും പോസിറ്റീവായിരിക്കും. ജയകുമാർ ഇൻഫ്ര ജോയിൻറ്റ് വെഞ്ചേഴ്സ് 1,822.7 കോടി രൂപയുടെ ഓർഡേഴ്സ് പല പ്രൊജക്റ്റുകളിലായിട്ട് നേടിയിട്ടുണ്ട്. പോസിറ്റീവാണ്. അതോടൊപ്പം തന്നെ ഇന്ന് പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് ഉള്ള സ്റ്റോക്കുകൾ പൊതുവെ JSW എനർജി, വിപ്രോ, കോൾ ഇന്ത്യ, കോഫോർജ്, IRCTC അതുപോലെ തന്നെ അഡാനി ഗ്രീനൊക്കെയാണ്. IRCTCയും സ്വിഗ്ഗിയും തമ്മിലുള്ള ഡീല് ഫൈനലൈസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ റെയിൽവേ പാസഞ്ചേഴ്സിന് ഇനി ഫുഡ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ സ്വിഗ്ഗിയും കൂടി സപ്ലൈ ചെയ്യാനുള്ളൊരു ഇനീഷ്യേറ്റീവ് ഓഫർ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും IRCTCനെ സംബന്ധിച്ച് സ്ലൈറ്റ്ലി പോസിറ്റീവാണ്. സംവർദ്ധന മദേഴ്സൺ ഇൻ്റർനാഷണലിലെ സുമിതാമോ വയേഴ്സ് അവരൊരു മേജർ സ്റ്റേക്ക് ഹോൾഡറും കൂടിയാണ്. 4.5% സെല്ലിയാണ്. 122 റുപ്പീസ് പെർ ഷെയറാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത് ബേസ് പ്രൈസ്. അശോക ബിൽഡ്കോണിൻ്റെ സബ്സിഡിയറി അശോക കൺസ്ട്രക്ഷൻ്റെ 5 റോഡ് പ്രോജക്റ്റുകൾ സെല്ല് ചെയ്യാൻ പോവാണ്. സ്ലൈറ്റ്ലി പോസിറ്റീവാണ്. അതോടൊപ്പം തന്നെ NHPC 796.96 കോടി രൂപ വർത്തുള്ള 1,200 മെഗാവാട്ട് അൾട്രാ റിന്യൂവബിൾ എനർജി പാർക്ക് അതിൻ്റെ ഇനാഗുറൽ സെറിമണിയൊക്കെ നടത്തിയിരിക്കുകയാണ്. പ്രൊജക്റ്റുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് UPയിൽ. സെസ്കിൻ്റെ സബ്സിഡിയറി 100% പൂർവ ഗ്രീൻ പാർക്കിൽ സ്റ്റേക്ക് അക്വയർ ചെയ്തിട്ടുണ്ട്. സെസ്ക് കമ്പാരിറ്റീവ്ലി ഒരു അണ്ടർ പ്രൈസ്ഡ് പവർ റിലേറ്റഡ് സ്റ്റോക്കാണ്. ധാരാളം പോസിറ്റീവ് ന്യൂസ് ലോസ് ഒക്കെ റീസെൻ്റായിട്ട് വന്നിരുന്നു. പക്ഷേ വലിയ രീതിയിൽ അപ്രീസിയേഷൻ വന്നിട്ടില്ല. തീർച്ചയായിട്ടും അടുത്ത ദിവസങ്ങളിൽ അതിൻ്റെ സ്റ്റോക്ക് പ്രൈസിലും ഒരു അപ്രീസിയേഷൻ കാണാനുള്ള ചാൻസസ് കൂടുതലാണ്. മറ്റൊരു ഇന്നോവേറ്റീവ് ന്യൂസ് വരുന്നത് ബജാജ് ഓട്ടോയിൽ നിന്നാണ്. ബജാജ് ഓട്ടോ Q1 അതായത് ഏപ്രിൽ അല്ലെങ്കിൽ മെയ് മാസത്തിൽ, ഈ വർഷത്തെ ഏപ്രിൽ മെയ് മാസത്തിൽ അടുത്ത ഫിനാൻഷ്യൽ ഇയറിലെ ആദ്യത്തെ ക്വാർട്ടറിൽ ലോകത്തിലത്തെ ആദ്യത്തെ CNG ബൈക്ക് ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. 110 കാറ്റഗറി 110 cc കാറ്റഗറിയിലായിരിക്കും. ഹ്യൂജ് മൈലേജാണ് ഈ ബൈക്കിൽ നിന്ന് കിട്ടാൻ പോകുന്നത് കമ്പയർഡ് ടു പെട്രോൾ ബൈക്കിൽ നിന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും ബജാജ് എല്ലായ്പ്പോഴും പുതിയ ഇന്നോവേഷൻസ് ലോഞ്ച് ചെയ്യുന്ന ഇന്നോവേറ്റീവ് പ്രൊഡക്ട്സ് ലോഞ്ച് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. ബജാജ് ഓട്ടോനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. മാർക്കറ്റ് താഴെ വരുന്ന സമയങ്ങളിലൊക്കെ ലോങ് ടേം പോയിന്റ് ഓഫ് വ്യൂവിൽ ബജാജ് ഓട്ടോ ഹോൾഡ് ചെയ്യുന്നത് നന്നായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ന്യൂസ് ഫ്ലോസ് ആണെന്ന് മാർക്കറ്റിലുള്ളത്. നമ്മുടെ മാർക്കറ്റിൽ നമുക്ക് നല്ല വൊളാറ്റിലിറ്റി എക്സ്പെക്ട് ചെയ്യാം. നമ്മളിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു മ്യൂട്ടഡ് സ്റ്റാർട്ടാണ്. ഇന്നലെ കണ്ട പോലെയുള്ള വൊളാറ്റിലിറ്റി ഒക്കെ മാർക്കറ്റിലുണ്ടാവാം. വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. നല്ല ഹയർ ലെവലിൽ നല്ല പ്രോഫിറ്റബിലിറ്റി ഉള്ള സ്റ്റോക്കുകളിലൊക്കെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്ന ഒരു ഡിസിഷൻ നന്നായിരിക്കും. ഒപ്പം മാർക്കറ്റ് താഴെ വരുന്ന സമയങ്ങളിൽ നമ്മൾ റെക്കമെൻഡ് ചെയ്തിട്ടുള്ള നമ്മുടെ സ്ട്രോങ് പിക്കുകൾ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ വാങ്ങി വെക്കുന്ന ഒരു ഡിസിഷനും നന്നായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻട്രിയുടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.